ഒരൊറ്റ ചോദ്യം മതി ജീവിതം മാറാനെന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ ഒരൊറ്റ ടൈമിംഗ് മാറിയാൽ മതി പണി പാളാൻ. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ടൈമിംഗ് വളരെ പ്രധാനമാണ്. ടൈമിംഗ് ഒന്ന് പിഴച്ചാൽ പല അപകടങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മലയാള സിനിമയിൽ അഭിനയിക്കുന്നതിനിടെ പല നടീനടന്മാർക്ക് ടൈമിംഗ് മാറിപ്പോയി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അഭിനയിക്കുന്നതിനിടയിൽ ശ്രദ്ധിക്കാതെ ടൈമിംഗ് തെറ്റിച്ച വ്യക്തികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. പട്ടണപ്രവേശം. 1958 സത്യൻ അന്തിക്കാട് സിനിമയാണ് പട്ടണപ്രവേശം. സിനിമയിലെ ഒരു ഭാഗത്തായി മോഹൻലാൽ വണ്ണമുള്ള ഒരു വ്യക്തിയുടെ ബ്ലഡ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി സിറിഞ്ചും കൊണ്ട് അദ്ദേഹത്തെ കുത്തുന്ന സമയത്ത് അദ്ദേഹം മോഹൻലാലിനെ പിടിക്കാനായി ഓടിക്കുന്നുണ്ട്. അങ്ങനെ അവർ ഓടുന്ന സമയത്ത് ഫ്രെയിമിലേക്ക് നടന്നു വന്ന സപ്ലയറെ അദ്ദേഹം ഇടിച്ചിടുന്നുണ്ട്. ഒരൊറ്റ അശ്രദ്ധ മൂലം ടൈമിംഗ് പിഴച്ചപ്പോൾ നല്ല ഇടിയാണ് ആ ഒരു സപ്ലയർക്കിട്ട് കിട്ടിയത്. ഇടിയുടെ ആഘാതത്തിൽ ആ ഒരു സപ്ലയർ നിലത്തേക്ക് വീഴുന്നതായും സീനിൽ കാണാം. എന്നാൽ സിനിമ കാണുന്ന സമയത്ത് നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിചാരിച്ചിരുന്നത് അങ്ങനെ ഒരു സംഭവം തിരക്കഥയിൽ ഉണ്ടായിരുന്നുവെന്നാണ്. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾ ആ ഒരു സീൻ കണ്ടു നോക്കുമ്പോൾ ടൈമിംഗ് തെറ്റിയുള്ള ആ ഒരു ഇടി വ്യക്തമായി കാണാൻ കഴിയും. നായാട്ട്. 2021 മാർട്ടിൻ ബർക്കാട്ട് സിനിമയാണ് നായാട്ട്. സിനിമയിലെ ഏറ്റവും ത്രില്ലടിപ്പിച്ച ഒരു രംഗമാണ് പോലീസ് സ്റ്റേഷനിലെ കുഞ്ചാക്കോ ബോബന്റെ ഈ ഒരു രംഗം. പോലീസ് സ്റ്റേഷനിൽ വഴക്കുണ്ടാക്കിയ പ്രതിയെ കുഞ്ചാക്കോ ബോബൻ വലിച്ചിഴച്ച് ജയിലിനുള്ളിലേക്ക് ഇടുന്ന ഒരു രംഗമുണ്ട്. വളരെ തീവ്രമായ രംഗമായതുകൊണ്ട് സിംഗിൾ ഷോട്ടിലാണ് ആ ഒരു സീൻ എടുത്തത്. ആ ഒരു സീനിൽ കുഞ്ചാക്കോ ബോബൻ പ്രതിയെ ജയിലിനുള്ളിലേക്കിട്ട് വാതിലടയ്ക്കുന്ന സമയം വാതിൽ പ്രോപ്പറായി അടയാതെ വരികയും ആ സമയത്ത് പ്രതി വാതിലിൽ ചവിട്ടുമ്പോൾ ജയിലിന്റെ ഇരുമ്പ് വാതിൽ കുഞ്ചാക്കോ ബോബന്റെ കയ്യിൽ വന്ന് ഇടിക്കുന്നതായി കാണാം. അതുമാത്രമല്ല, ആ ഒരു ചവിട്ടിന്റെ ആഘാതത്തിൽ കുഞ്ചാക്കോ ബോബന്റെ വിരല് ജനലിന്റെ വാതിലിന്റെ ഇടയിലേക്ക് ഞെരുങ്ങി പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പക്ഷേ ആ ഒരു സീൻ വളരെ വേഗത്തിൽ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഈ ഒരു സംഭവം അധികമാരും ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഇതും ടൈമിംഗ് തെറ്റിയപ്പോൾ ഉണ്ടായ മറ്റൊരു സംഭവമാണ്. കിലുക്കം. 1991 പ്രിയദർശൻ മോഹൻലാൽ സിനിമയാണ് കിലുക്കം. തലയ്ക്ക് വട്ടുള്ള രേവതിയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ജഗതിയും മോഹൻലാലും തമ്മിൽ സംസാരിക്കുന്ന ഒരു സീൻ സിനിമയിലുണ്ട്. ആ ഒരു സീനിൽ മോഹൻലാൽ ജഗതിയെ വിളിച്ചുകൊണ്ട് വീടിനുള്ളിലേക്ക് പോകുന്ന സമയത്ത് ജഗതിയുടെ മുഖം തൂണിലിടിക്കുന്നുണ്ട്. വളരെ വേഗത്തിൽ തിരിഞ്ഞു നടന്നപ്പോൾ ജഗതിയുടെ ടൈമിംഗ് തെറ്റിയതായിരുന്നു അവിടെ. ടൈമിംഗ് തെറ്റി ജഗതിയുടെ മുഖം തൂണിലടിച്ചപ്പോൾ അടുത്തു നിൽക്കുന്ന മോഹൻലാൽ പെട്ടെന്ന് ഞെട്ടുന്നതായി സീനിൽ കാണാം. എന്നാൽ പക്ഷേ സിനിമ കണ്ട സമയത്ത് മോഹൻലാലിനൊപ്പം മത്സരിച്ച് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ജഗതി കയ്യിൽ നിന്നും വിട്ട ഒരു സംഭവമാണെന്നാണ് നമ്മളിൽ പലരും ഇപ്പോഴും അത് വിശ്വസിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ അത് ജഗതിയുടെ ടൈമിംഗ് തെറ്റിയതായിരുന്നു. കാര്യം ടൈമിംഗ് തെറ്റിയെങ്കിലും ആ ഒരു സീൻ വളരെ മനോഹരമായി ഒരു പ്രശ്നവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നാടോടി മന്നൻ. 2013 ദിലീപ് വിജയ് തമ്പി സിനിമയാണ് നാടോടി മന്നൻ. സിനിമയിലെ ഒരു ഭാഗത്തായി അബൂ സലീം അനന്യയെ ഉപദ്രവിക്കുന്നുണ്ട്. അതിനുശേഷം അനന്യയെ പിടിച്ച് ദൂരേക്ക് തള്ളുന്ന ഒരു സീൻ എടുക്കുന്നതിനിടയിൽ അബൂ സലീമിന്റെ ടൈമിംഗ് തെറ്റി അനന്യ ദൂരേക്ക് തെറിച്ച് വീഴുകയും അനന്യയുടെ ഒരു കൈ ഒടിഞ്ഞു പോവുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരൊറ്റ ടൈമിംഗ് തെറ്റിയതിന്റെ പേരിൽ 2 മാസം അനന്യയുടെ പോർഷൻസ് ഷൂട്ട് ചെയ്തിരുന്നില്ല. കാരണം 2 മാസം അനന്യ റെസ്റ്റ് ആയിരുന്നു. എന്താലേ. കാവടിയാട്ടം. 1993 ജയറാം സിനിമയാണ് കാവടിയാട്ടം. സിനിമയിലെ ഒരു ഭാഗത്തായി ഭ്രാന്ത് അഭിനയിച്ച ജയറാം ചായക്കടയിൽ വന്ന് അവിടെ നിന്നിരുന്ന ഇന്ദ്രൻസിന് ചവിട്ട് കൊടുക്കുന്നതായി കാണാം. കാണുമ്പോൾ കോമഡിയായി തോന്നുമെങ്കിൽ പോലും സംഭവം ഒരല്പം സീരിയസ് ആണ്. അതായത് ജയറാം ഇന്ദ്രൻസിനെ ചവിട്ടുന്ന സമയത്ത് ജയറാമിന്റെ ടൈമിംഗ് തെറ്റിപ്പോവുകയും ജയറാമിന്റെ ചവിട്ട് ഇന്ദ്രൻസിന്റെ നടുവിന് കൃത്യമായി കൊള്ളുകയും പിന്നീട് അന്ന് തൊട്ട് ഇന്ന് വരെ ആ ഒരു ചവിട്ട് കൊണ്ട നടുവിന് ഇന്ദ്രൻസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഒരൊറ്റ ടൈമിംഗ് മാറിപ്പോയതിന്റെ പേരിൽ 32 വർഷമായി ഒരാൾ നടുവിന് ചികിത്സിക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം വേദനയുള്ളതായിരുന്നു എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. സ്ഫടികം. 1995 കൾട്ട് ആക്ഷൻ മോഹൻലാൽ സിനിമയാണ് സ്ഫടികം. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തായി ഒരുപാട് ടൈമിംഗ് തെറ്റിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും സിനിമയുടെ അവസാന ഭാഗത്തായി മോഹൻലാൽ ഓടിക്കുന്ന ലോറിക്കടിയിൽ ബോംബ് വെച്ചിട്ടുണ്ട്. ലോറിയിൽ നിന്നും മോഹൻലാൽ ചാടുന്ന അതേ സമയത്ത് തന്നെ ബോംബ് പൊട്ടിക്കണമെന്നായിരുന്നു പ്ലാൻ. അങ്ങനെ ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ക്യാമറയെല്ലാം സെറ്റ് ചെയ്ത് മോഹൻലാൽ കൃത്യസമയത്ത് ലോറിയിൽ നിന്നും എടുത്ത് പുറത്തേക്ക് ചാടുകയും ചെയ്തു. പക്ഷേ ബോംബിന്റെ സ്വിച്ച് കൃത്യസമയത്ത് വർക്ക് ചെയ്തില്ല. അങ്ങനെ ആ ഒരു ടൈമിംഗ് തെറ്റായി പോയതുകൊണ്ട് മോഹൻലാലിന്റെ ചാട്ടവും ബോംബും ഒരുമിച്ച് സംഭവിച്ചില്ല. എന്നാൽ പക്ഷേ സിനിമ കാണുന്ന സമയത്ത് മോഹൻലാൽ ലോറിയിൽ നിന്നും ചാടുന്ന അതേ സമയത്ത് ബോംബ് പൊട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. എഡിറ്റിംഗിൽ മോഹൻലാൽ ചാടുന്ന രംഗവും ബോംബ് പൊട്ടുന്ന രംഗവും ഒരുമിച്ച് ചേർത്ത് വെച്ച് അവർ എഡിറ്റ് ചെയ്തു. ഇപ്പോഴും ആ ഒരു സീൻ കാണുമ്പോഴും മോഹൻലാൽ ചാടുന്ന വീഡിയോ ക്ലിപ്പിനും ബോംബ് പൊട്ടുന്ന വീഡിയോ ക്ലിപ്പിനുമിടയിൽ ഒരു വലിയ ജമ്പ് വരുന്നുണ്ട്. എന്നാൽ സ്ഫടികം എന്ന സിനിമയിൽ സാക്ഷാൽ മോഹൻലാലിന്റെ ഭാഗത്തു നിന്നും ഒരു ചെറിയ ടൈമിംഗ് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഇതേ ക്ലൈമാക്സ് സമയത്ത് പോലീസ് ജീപ്പിൽ സ്ഫടികം ജോർജിനെ കെട്ടിയിട്ട് മോഹൻലാൽ ജീപ്പ് ഓടിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ ജീപ്പിന്റെ 2 ടയറും സ്ഫടികം ജോർജിന്റെ കാലിന്റെ മുകളിലൂടെ കയറി പോയിരുന്നു. കാലിക്കട ഇങ്ങനെ കയറി ഫ്രണ്ട് വീലും ബാക്ക് വീലും. പക്ഷെ ദൈവാനുഗ്രഹം സംഭവിച്ചില്ല. എന്നാൽ പക്ഷേ ആ ഒരു സീനും സിനിമയിൽ കൃത്യമായി കാണിക്കാതെ എഡിറ്റിംഗിൽ പകുതി വെച്ച് അവർ കട്ട് ചെയ്തിരുന്നു.
ജീപ്പ് ഓടിക്കുന്ന സമയത്ത് മോഹൻലാലിന് പറ്റിയ ഒരു ചെറിയ ടൈമിംഗ് പിഴവായിരുന്നു അത്. ഒരു വടക്കൻ വീരഗാഥ. 1989 MT ഹരിഹരൻ മമ്മൂട്ടി സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ. സിനിമ വടക്കൻ പാട്ടിലെ സംഭവങ്ങളുടെ ദൃശ്യാവിഷ്കാരണമായതുകൊണ്ട് ഒരുപാട് സീനുകളിൽ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യണമായിരുന്നു. അങ്ങനെ സിനിമയിലെ ഒരു ഭാഗത്തായി മമ്മൂട്ടി ഉയർന്നു ചാടി വാള് കൈക്കലാക്കി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഉയർന്നു ചാടി വാള് പിടിക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ ടൈമിംഗ് മാറിപ്പോവുകയും വാള് മമ്മൂട്ടിയുടെ തൊടയിൽ വന്ന് കുത്തി വലിയ തോതിലുള്ള മുറിവുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. വാസ്തവത്തിൽ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു അത്. കാരണം ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രകടനമായതുകൊണ്ട് ഒന്ന് ടൈമിംഗ് തെറ്റിയിരുന്നെങ്കിൽ അത് ശരീരത്തിലെ പല ഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടാക്കുമായിരുന്നു. സത്യം ശിവം സുന്ദരം. 2000 പുറത്തിറങ്ങിയ റാഫി മക്കാട്ടിൻ സിനിമയാണ് സത്യം ശിവം സുന്ദരം. സിനിമയിലെ ഒരു ഭാഗത്തായി അന്ധരായ ഹരിശ്രീ അശോകനെയും കൊച്ചിൻ ഹനീഫയെയും മൻസൂർ അലിഖാൻ അടിക്കുന്നുണ്ട്. എന്നാൽ യാതൊരു ടൈമിംഗും ഇല്ലാതെ മൻസൂർ അലിഖാൻ ഹരിശ്രീ അശോകനുമായി ഫൈറ്റ് ചെയ്തപ്പോൾ പിന്നീടത് വലിയ പ്രശ്നമായി മാറി. മൻസൂർ അലിഖാൻ ടൈമിംഗ് ഇല്ലാതെ ഹരിശ്രീ അശോകൻ അടിച്ചപ്പോൾ ഹരിശ്രീ അശോകൻ മൻസൂർ അലിഖാനുമായി ദേഷ്യപ്പെട്ടതും വഴക്കുണ്ടാക്കിയതുമെല്ലാം ഈ അടുത്ത കാലത്ത് പല ഇന്റർവ്യൂകളിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു ബോധമില്ലാത്തൊരു ആർട്ടിസ്റ്റാണ്. ഇൻസ്പെക്ടർ ബൽറാം. 1991 മമ്മൂട്ടി സിനിമയാണ് ഇൻസ്പെക്ടർ ബൽറാം. സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട വില്ലനാണ് ഭീമൻ രഘു. സിനിമയുടെ തുടക്കഭാഗത്തായി മമ്മൂട്ടിയും ഭീമൻ രഘുവും തമ്മിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ആ ഒരു ഫൈറ്റ് സീൻ വളരെ വേഗത്തിൽ ഷൂട്ട് ചെയ്തിരുന്നത് കൊണ്ട് ടൈമിംഗ് ശ്രദ്ധയോടെ നോക്കണമായിരുന്നു. എന്നാൽ പക്ഷേ ഫൈറ്റ് ചെയ്യുന്നതിനിടയിൽ മമ്മൂട്ടിയുടെ ടൈമിംഗ് മാറിപ്പോവുകയും മമ്മൂട്ടിയുടെ തല ഭീമൻ രഘുവിന്റെ മൂക്കിന്റെ മർമ്മസ്ഥാനത്ത് വന്നിടിക്കുകയും ചെയ്തു. പക്ഷെ ഒരല്പം കൂടി മാറിപ്പോയിരുന്നെങ്കിൽ മർമ്മസ്ഥാനത്ത് ഇടിച്ച് ആള് തീർന്നേനെ. ഈ ഇടി ഇവിടെ ആയിരുന്നെങ്കിൽ അമർ അക്ബർ അന്തോണി. 2015 നാദിർഷ സിനിമയാണ് അമർ അക്ബർ അന്തോണി. സിനിമയുടെ ക്ലൈമാക്സ് ഭാഗത്തായി വില്ലനായ ഷഫീഖിന്റെ കഥാപാത്രത്തെ പൃഥ്വിരാജ് എടുത്തു ഉയർത്തി വലിയൊരു കല്ലിലടിക്കുന്ന ഒരു രംഗമുണ്ട്. എന്നാൽ നടനായ ഷഫീഖ് സിനിമയിൽ പുതിയതായതുകൊണ്ട് ആക്ഷൻ ചെയ്യുമ്പോഴുള്ള ടൈമിങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായി അറിയില്ലായിരുന്നു. ആ ഒരു ആക്ഷൻ ചെയ്യുന്നതിന് മുൻപായി പൃഥ്വിരാജ് അടക്കമുള്ള ഒരുപാട് നടന്മാർ ടൈമിങ്ങിനെ കുറിച്ച് കൃത്യമായി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിരുന്നു. ആ ടെൻഷൻ ആദ്യം തന്നെ മാറ്റിയത് രാജേട്ടനാണ്. എന്നാൽ ഷൂട്ടിംഗ് സമയത്ത് അദ്ദേഹത്തിന്റെ ടൈമിംഗ് തെറ്റിപ്പോവുകയും അദ്ദേഹത്തിന്റെ തല ജിപ്സം ബോർഡിൽ പോയി ഇടിക്കുകയും ചെയ്തു. പക്ഷേ ഒരല്പം മാറിപ്പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ തലയ്ക്ക് നല്ല ഇഞ്ചുറി സംഭവിക്കുമായിരുന്നു. എന്തായാലും ഭാഗ്യം കൊണ്ടൊന്നും സംഭവിച്ചില്ല. വിക്രമാദിത്യൻ. 2014 ലാൽജോ സിനിമയാണ് വിക്രമാദിത്യൻ. വിക്രമാദിത്യൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ടൈമിംഗ് തെറ്റിയ വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ സിനിമയിലെ 2 നായകന്മാർ ദുൽഖർ സൽമാനും ഉണ്ണി മുകുന്ദനുമാണ്. ദുൽഖർ സൽമാനും ഉണ്ണി മുകുന്ദനും അവരുടെ കരിയർ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സമയത്ത്. ഉണ്ണി മുകുന്ദൻ അതിനോടകം 13 സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല വിക്രമാദിത്യന് മുൻപ് ഉണ്ണി മുകുന്ദൻ ഒരുപാട് ആക്ഷൻ സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ആക്ഷൻ ചെയ്യാൻ ഉണ്ണി മുകുന്ദന് നല്ല വശമായിരുന്നു. എന്നാൽ ആ സമയത്ത് ദുൽഖർ സൽമാൻ 10 സിനിമകൾ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതിലൊന്നും ആക്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആക്ഷൻ ചെയ്യാൻ ദുൽഖറിന് അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സിനിമയിലെ ഒരു ഭാഗത്തായി ഇവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ദുൽഖർ സൽമാന് ടൈമിംഗ് തെറ്റിപ്പോവുകയും ഉണ്ണി മുകുന്ദന്റെ മുഖത്ത് അറിയാതെ ഇടിച്ച് പരിക്കുകൾ പറ്റുകയും ചെയ്തിരുന്നു. അതൊന്നും രണ്ടുമല്ല പലതവണ. ദുൽഖർ സൽമാന് ആക്ഷൻ കൃത്യമായി ചെയ്യാൻ അറിയാത്തതിന്റെ ഒരു പരിചയക്കുറവായിരുന്നു ടൈമിംഗ് തെറ്റിപ്പോവാനുള്ളതിന്റെ കാരണം. എന്തൊക്കെയാണെങ്കിലും അവർ രണ്ടുപേരും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഹാപ്പിയായി സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു. സിനിമയിൽ അഭിനയിക്കുമ്പോൾ ടൈമിംഗ് മാറിപ്പോയി ഉണ്ടായ മറ്റ് പ്രശ്നങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.